അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ടെലഗ്രാമിൽ ലൈവ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബ്ലാക്ക് ബോർഡായിട്ട് അല്ലെങ്കിൽ വൈറ്റ് ബോർഡായിട്ട് ജാംബോർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സാധാരണ പോലെ ടെലഗ്രാമിൽ ലൈവ് ചാറ്റ് ഓപ്പൺ ചെയ്യാം. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയുന്നതാണ്. ഇനി ചെയ്യേണ്ടത് മിനിമൈസ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്, അഥവാ ഫോണിൻ്റെ സെൻറ്ററിലുള്ള ആ ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മുടെ ഫോണിൻ്റെ ഹോം പേജ് കാണാൻ സാധിക്കും. അവിടുന്ന് ജാംബോർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക. ആയിട്ട് റൈറ്റ് സൈഡിൽ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഈ വിൻഡോയാണ് നാം വൈറ്റ് ബോർഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നോ അതെല്ലാം കുട്ടികൾക്ക് അവരുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. ഈ സ്ക്രീൻ നമുക്ക് ഷെയർ ചെയ്യാൻ അതിന് മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ 5ാമതായിട്ടുള്ള ഓപ്ഷൻ കോപ്പി ലിങ്ക്, ഇത് ഫെയ്ഡ് ആയിട്ടായിരിക്കും ഡീഫോൾട്ടായിട്ട് കാണിച്ചിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് ആക്റ്റീവ് ആക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി 4ാമത്തെ ഓപ്ഷനായ ആഡ് പീപ്പിൾ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതിന് താഴെയായിട്ട് ഒരു ലോക്ക് ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ലോക്ക് ചിഹ്നം ലോക്കായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതിന്മേൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ 2ാമതായിട്ട് കിടക്കുന്ന ലിങ്ക് ഷെയറിംഗ് എന്ന് പറയുന്ന 2ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം കാണുന്ന വിൻഡോയിൽ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ 2ാമത്തെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. അതിൽ 1ാമത്തെ ഓപ്ഷൻ ക്യാൻ എഡിറ്റ്, 2ാമത്തെ ഓപ്ഷൻ ക്യാൻ വ്യൂ എന്നാണ്. ഇനി ഒരാൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്സൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻ എഡിറ്റ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് അവിടുന്ന് എഡിറ്റ് ചെയ്യാൻ കഴിയും, അവർക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. എന്നാൽ 2ാമത്തെ ക്യാൻ വ്യൂ എന്നുള്ളത് അവർക്ക് കാണാൻ മാത്രമേ സാധിക്കുള്ളൂ. ടീച്ചർ എന്താണോ എഴുതുന്നത് അത് കാണാൻ സാധിക്കും, അവർക്ക് എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഏതായാലും 2ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു, ഓക്കെ അടിച്ചു. അപ്പോൾ ഈ ഒരു ലിങ്ക് പച്ച നിറത്തിൽ ആക്റ്റീവായിട്ട് കാണാൻ സാധിക്കും. ഇനി ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മുകളിലെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കോപ്പി ലിങ്ക് എന്നുള്ളത് ആക്റ്റീവായിട്ട് കാണാൻ സാധിക്കും. ഇനി അങ്ങനെ ആക്റ്റീവായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി നോക്കിയാൽ മതി, അപ്പോൾ അത് ആക്റ്റീവായിട്ട് കാണാൻ സാധിക്കും. ഏതായാലും കോപ്പി ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ലിങ്ക് കോപ്പി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ സ്റ്റുഡൻസ് ഈ ഒരു ലിങ്കിൽ അവരുടെ ഫോണിൽ ലഭിക്കുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ബ്രൗസറുകൾ കാണാൻ സാധിക്കും. അതിൽ ജാംബോർഡ് ക്ലിക്ക് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ഇമെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ അവർക്ക് മുന്നിലും ഇതുപോലൊരു ബോർഡ് തെളിഞ്ഞ് കാണാവുന്നതാണ്. നമ്മുടെ മുന്നിലുള്ള ബോർഡ് തന്നെയാണ് അവർക്ക് മുന്നിലും കാണുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് മാറ്റം വരുത്തുന്നു അതെല്ലാം ഈ ബോർഡിൽ അവർക്ക് തെളിഞ്ഞ് കാണാവുന്നതാണ്. എന്തെഴുതിയാലും കാണാൻ സാധിക്കും. എൻ്റെ അടുത്ത് 2 ഫോൺ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് 2 ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തുകൊണ്ടത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ബാക്കിലേക്ക് വന്നാൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നമ്മുടെ ആ ബോർഡ് സേവ് ചെയ്ത് വെച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ റീനെയിം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ബോർഡിനെ റീനെയിം ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഏത് ക്ലാസ്സിലാണ് ഈ ബോർഡ് ഉപയോഗിക്കുന്നത് ആ ക്ലാസ്സിൻ്റെ പേര് കൊടുക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോ ക്ലാസ്സിനും വ്യത്യസ്ത ബോർഡ് ഉപയോഗിക്കുക. പുതിയ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ആക്ടിവേറ്റ് ആക്കുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ ബോർഡും ലിങ്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്, അങ്ങനെ ഷെയർ ചെയ്യേണ്ടതുണ്ടായിട്ട് വരും. അപ്പോൾ ഓരോ ക്ലാസ്സിനും വ്യത്യസ്ത ബോർഡുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, പുതിയ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും. ഞാനും ഇപ്പോൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇന്ന് ഒരു ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടതാണ്, അതാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ ഉപകാരപ്പെടുമെന്ന് തോന്നിയപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഓക്കെ, താങ്ക് യു.